നമസ്കാരം, ഏവർക്കും കഥാമജ്ലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് സപ്ന നവാസ് എഴുതിയ ഒരു കഥയാണ്. കഥയുടെ പേര് പക്ഷേ. കേൾക്കാം. പക്ഷേ പക്ഷേങ്കിൽ ഓളോടും കൂടി ചോദിച്ചിട്ട് പോരെ? അമ്മാവൻ പോക്കർ തലക്കെട്ടൊന്ന് ചരിച്ചു വെച്ചിട്ട് പുച്ഛഭാവത്തിൽ പറഞ്ഞു. അതിന് ഓളുടെ സമ്മതം ഇവിടെ ഇപ്പം ആർക്കാ വേണ്ടത്? കുടുംബത്തിലുള്ളവർ ചെയ്യണം പടപ്പാണോ ഇതൊക്കെ? നിക്കാഹിൻ്റെ സമ്മതം ചോദിക്കുന്ന ഏർപ്പാട് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ലോകാവസാനത്തിൻ്റെ ലക്ഷണമാണ് അതൊക്കെ. പുരയിലിരിക്കുന്ന പെൺകുട്ടികളല്ല ഇതൊക്കെ തീരുമാനിക്കുന്നത്. അതിനൊക്കെയാണ് കാർന്നവന്മാരെ സൃഷ്ടിച്ചിട്ടുള്ളത്. ആണുങ്ങളുടെ പകുതി ബുദ്ധി പെണ്ണുങ്ങൾക്കുണ്ടോ? പകുതി പോട്ടെ, കാൽഭാഗം ഉണ്ടോ? ഇല്ല. ഓർക്കത് പടപ്പിലേ ഇല്ല. അതിൻ്റെ ഇടയിലാണ് എൻ്റെ ഒരു സമ്മതം ചോദിക്കൽ. അനക്ക് എൻ്റെ മോള് ഹൂറിയായിരിക്കും. പക്ഷേങ്കിൽ അതൊക്കെ നിക്കാഹിൻ്റെ കാര്യം വരുമ്പോൾ ശരഹ് പ്രകാരം നടക്കണം. മകളെക്കുറിച്ച് ആശങ്ക കൂടിയ ഉപ്പ വീണ്ടും സങ്കടം പറഞ്ഞു. ഓള് ചെറുതല്ലേ പോക്കരെ, വയസ്സ് 15 തികഞ്ഞിട്ടേ ഉള്ളൂ. ഓളെ ഒരു മുത്തൻ മനുഷ്യന് കെട്ടിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞാൽ ഓനാണെങ്കിൽ കുറേ പ്രായവും ആയിട്ടുണ്ട്. മുടിയുമില്ല, കാഴ്ചയ്ക്ക് അങ്ങോട്ട് ചേരുമില്ല. അമ്മ അവന് കലി കയറി ഇളകിയിരുന്നു. പിന്നീട് അനുനയ ഭാവത്തിൽ പറഞ്ഞു, ഇങ്ങടെ ഭാഗ്യ അതോർക്കാനുള്ള ബുദ്ധി ഇല്ലാണ്ടായിപ്പോയി. ഓൻ എന്താ ഒരു കുറവ്? നല്ല തറവാട്, മുറ്റത്ത് തന്നെ ഒരു വമ്പൻ തൊഴുത്തും പശുവും പണിക്കാരും. വൈക്കോത്തൂറ് 3 എണ്ണമാണ് കെട്ടിപ്പൊക്കി വെച്ചിരിക്കുന്നത്. അതിന് മാത്രം നെല്ലുണ്ട്. നല്ല വമ്പുള്ള ഒരുത്തൻ. ഓൻ്റെ ഒച്ച ഒന്ന് കേൾക്കണം, പേടിച്ച് വിറയ്ക്കും. പണിക്കാരെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ടുള്ള ശീലമാണ്. നിറവുള്ള കുടുംബമായതുകൊണ്ട് തീറ്റയ്ക്ക് ഒരു മുട്ടും ഇല്ല. അതിൻ്റെ ഉഷാറാണ് ആ തടി. കഷണ്ടി ഓൻ്റെ ഉപ്പായ്ക്കും ഉണ്ട്. അതൊരു തറവാടിത്തമാണ്. ഓൻ്റെ കൈയും കാലും ഒക്കെ കണ്ടോ? ഇരുമ്പിൻ്റെ തടി പോലെയാണ്. അതിനൊത്ത വണ്ണവും. പെൺകൂസന്മാരെ പോലെയൊന്നും ഓന് ഒരുങ്ങി നടക്കാനൊന്നും നേരമില്ല. അതിൻ്റെ ഒരു കുറവാണോ നിങ്ങൾക്ക് പ്രശ്നം? കുശാലായി. മുഖത്തെ പ്രസരിപ്പ് അസ്തമിച്ചു കഴിഞ്ഞ പിതാവ് വീണ്ടും സംസാരിച്ചു. എൻ്റെ മോള് ചെറുതല്ലേ. പാപ്പാടെ പ്രായം തോന്നുന്ന ഒരാളുടെ കൂടെ ഒന്നും അറിയാത്ത ഓള് എങ്ങനെയാ ജീവിക്കുക? അമ്മാവൻ എഴുന്നേറ്റ് നിന്ന് ഭീഷണി സ്വരത്തിൽ പറഞ്ഞു. എൻ്റെ മോളെ വഷളാക്കുന്നത് ഒയ്യ തന്നെയാ. പെണ്ണിന് പ്രായം കൂടി വരികയാന്ന് ഓർക്കണം. ഇനിയിപ്പോൾ ഇതിലും വലിയ സുൽത്താനൊന്നും വരാനില്ല. ഇങ്ങനെയൊക്കെ തന്നെയാണ് കല്യാണമൊക്കെ നടക്കുന്നത്. 2 ദിവസം കഴിയുമ്പോൾ പെണ്ണും ചെക്കനും അങ്ങോട്ട് ശരിയാവും. ഓനോളെ അങ്ങോട്ട് ശരിയാക്കും. ഞാനും ഈയും ഒക്കെ അങ്ങനെയൊക്കെ തന്നെയല്ലേ കെട്ടിയത്. പക്ഷേങ്കിൽ അമ്മ അവന് ഹസ്തദാനം ചെയ്ത് ഉറപ്പിച്ചു പറഞ്ഞു. ഒരു പക്ഷേങ്കിലും ഇല്ല, ഇതങ്ങോട്ട് ഉറപ്പിക്കുക. ഞാൻ അവരോട് വാക്ക് കൊടുത്തിട്ടാണ് പോകുന്നത്. അടുത്ത മാസം നിക്കാഹ്. വേണ്ട കാര്യങ്ങളൊക്കെ തർത്തീബാക്കിക്കോ, വേറെ ഒന്നും പറയണ്ട. അപ്പോഴേക്കും ജീവനറ്റ ചോദ്യങ്ങൾ അനാഥരായി മണ്ണിൽ അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞിരുന്നു. കഥ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വേറൊരു കഥയുമായി വീണ്ടും കാണാം.